ഫിനാൻഷ്യലി നമ്മളെ അപകടത്തിലാക്കുന്ന ഒരുപാട് സർപ്രൈസുകളാണ് ജീവിതത്തിലുണ്ടാവുക. അപ്പോൾ ഈ സർപ്രൈസുകൾ ഒരു പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ ഇതിനെ നേരിടാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണ്ടേ? യെസ്, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റി നെറ്റ്. ഫിനാൻഷ്യൽ ഡിസാസ്റ്റേഴ്സ്, സാമ്പത്തിക ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമ്മളെ ഒന്ന് രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് എമർജൻസി ഫണ്ട്. ഈ എമർജൻസി ഫണ്ടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഐ ആം ടോണി, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓൾ റൈറ്റ്, എന്താണ് എമർജൻസി ഫണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് സർപ്രൈസുകൾ ജീവിതത്തിലുണ്ടാകും. ഈ സർപ്രൈസുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് സർപ്രൈസുകൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനായിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഒരു തുക, ഇത് ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട്, ഇപ്പം മെഡിക്കൽ എമർജൻസി ഉണ്ടാകുന്നു, ജോലി നഷ്ടപ്പെടുന്നു, ആകസ്മികമായിട്ട് നമുക്കൊരു ഹോം റിപ്പയർസ് വരുന്നു, അതിന് വലിയൊരു തുക ചിലവാകും. ഇങ്ങനെ ഉണ്ടാകുന്ന കേസുകളിലൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു കരുതൽ ഫണ്ടാണ്, അല്ലെങ്കിൽ കരുതൽ ധനമാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ഈ എമർജൻസി ഫണ്ട് നമുക്ക് വെക്കേഷന് പോകാനോ അടിച്ചു പൊളിക്കാനോ ഷോപ്പിംഗ് നടത്താനോ വേണ്ടിയുള്ളതല്ല, മറിച്ച് ഇതുപോലെയുള്ള ദുരന്തങ്ങളുണ്ടാകുമ്പോൾ ആ ദുരന്തങ്ങളിൽ നമ്മൾ തകർന്നു പോകാതെ നമ്മളെ ഫിനാൻഷ്യലി ഒന്ന് പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് എമർജൻസി ഫണ്ട്. ഉറുമ്പിൻ്റെയും വെട്ടിലിൻ്റെയും കഥ ഒരുപക്ഷെ സുപരിചിതമായിരിക്കും അല്ലേ? കുഞ്ഞുകാലത്ത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും ദി ആൻഡ് ദി ഗ്രാസ് ഹോപ്പർ സ്റ്റോറി. ഈ ഉറുമ്പിൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ തണുപ്പ് കാലം വരുന്നതിന് മുന്നേ ചെറിയ തോതിൽ അതിൻ്റെ ഭക്ഷണ സാധനങ്ങളെല്ലാം കരുതി വെക്കും. അതേസമയം ഈ വെട്ടിൽ, ഈ ഗ്രാസ് ഹോപ്പർ ഈ സമയത്തെല്ലാം അടിച്ചു പൊളിച്ച് പാട്ടുപാടി സുഖമായിട്ട് നടക്കും. പക്ഷെ തണുപ്പ് കാലം വന്നു കഴിയുമ്പോൾ ഉറുമ്പ് സ്വസ്ഥമായിട്ട് കൂരയ്ക്കുള്ളിൽ കൂടി ശേഖരിച്ച് വെച്ച കാര്യങ്ങളെല്ലാം കഴിച്ച് സ്വസ്ഥമായിട്ട് കൂടുന്നു. അതേസമയം ഈ വെട്ടുകിളി അല്ലെങ്കിൽ വെട്ടിലല്ലേ ഗ്രാസ് ഹോപ്പർ കഷ്ടപ്പെടുന്നു. അപ്പം ഇതിൽ ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഉറുമ്പ് തനിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ശേഖരിച്ച് വെക്കുന്നത് പോലെ ചെറിയ തോതിൽ കുഞ്ഞായിട്ട് നമുക്ക് വേണ്ടിയ ഫണ്ടുകൾ നമ്മൾ ഓരോ മാസവും കരുതി വെച്ചിട്ട് ഒരു എമർജൻസി ഫണ്ട് നമ്മൾ രൂപപ്പെടുത്തുന്നു. സോ എമർജൻസി ഫണ്ട് ഈസ് ലൈക്ക് എ ഫിനാൻഷ്യൽ എയർ ബാഗ്. നമ്മൾ വണ്ടി ക്രാഷ് ആവുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ആഘാതം ഉണ്ടാകാതിരിക്കാനായിട്ട് എയർ ബാഗ് വരുന്നത് പോലെ ഒരു ഫിനാൻഷ്യൽ ഡിസാസ്റ്റർ, സാമ്പത്തിക ദുരന്തങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു ചിലവുണ്ടാകുന്ന സമയത്ത് നമുക്ക് വലിയ ആഘാതം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ എയർ ബാഗ് കാറിലുള്ളവരെ സംരക്ഷിക്കുന്ന പോലെ നമ്മളെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് എമർജൻസി ഫണ്ട്. ഹൗ മച്ച് ഷുഡ് യു സേവ് ഇൻ ആൻ എമർജൻസി ഫണ്ട്? എത്രത്തോളം തുക എമർജൻസി ഫണ്ടിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം? എമർജൻസി ഫണ്ടിന് വേണ്ടി നമ്മൾ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുന്നത് 3 മാസം മുതൽ 6 മാസം വരെയുള്ള ഒരാളുടെ ചിലവാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മുടെ ഒരു മാസത്തെ ചിലവുകളെല്ലാം ഒന്ന് കണക്ക് കൂട്ടി നോക്കുക. നമ്മുടെ ചിലവുകൾ, ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ്, യാത്രാ ചിലവ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, ഇലക്ട്രിസിറ്റി ചാർജുകൾ, ടെലിഫോൺ ചാർജുകൾ, വാടക, വീട്ടിലേക്കുള്ള പലചരക്ക്, പച്ചക്കറി, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൂട്ടി നോക്കുക. അതിന് കൂടെ തന്നെ ബാക്കി എന്തൊക്കെ ചിലവുണ്ടാകുന്നുണ്ടോ അതിൻ്റെ എല്ലാം ഒരു ടോട്ടൽ നമ്മൾ കൂട്ടി നോക്കി വെക്കുക. ഈ ടോട്ടൽ ചിലവുകൾ നമുക്ക് ആവശ്യങ്ങളുമുണ്ട്, ആഗ്രഹങ്ങളുമുണ്ട്. നീഡുണ്ട്, വാണ്ടുണ്ട്. നീഡ്, ആവശ്യം, വാണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ. അപ്പോൾ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന തുക നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ആഗ്രഹങ്ങൾക്ക് വേണ്ടി, വാണ്ടിന് വേണ്ടി ചിലവാക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ ഒഴിവാക്കാൻ പറ്റും, കുറച്ചുകൂടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് ഒരു മാസം ഏകദേശം എത്ര രൂപ നമുക്ക് ജീവിക്കാൻ ആവശ്യമുണ്ടെന്നുള്ള കണക്ക് കൂട്ടി വെക്കുക. എന്നിട്ട് അത് ഇൻറ്റു 6. ഒരാൾക്ക് ജീവിക്കാനായിട്ട് ഒരു മാസം 10,000 രൂപയാണ് വേണ്ടിയതെങ്കിൽ 60,000 രൂപ എമർജൻസി ഫണ്ടിലോട്ട് മാറ്റി വെക്കുക. അതേസമയം വേറൊരാൾക്ക് ജീവിക്കാൻ 20,000 രൂപയാണ് വേണ്ടിയതെങ്കിൽ 1,20,000 രൂപ നമ്മൾ ഈ ഫണ്ടിലോട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇത് വലിയ തുകയെന്ന് തോന്നാം. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ഈ ഫണ്ടിലോട്ട് മറിക്കാനല്ല പറയുന്നത്, പകരം കുഞ്ഞു എമൗണ്ടായിട്ട്, കുഞ്ഞു തുകയായിട്ട് നമ്മൾ ഓരോ മാസവും ഇതിലോട്ട് മാറ്റി വിടുക. അങ്ങനെ എന്നിത് എമർജൻസി ഫണ്ട് നമ്മൾ ഉദ്ദേശം വെച്ചിരിക്കുന്ന 60,000 1,20,000 എത്രയാണോ നമ്മൾ ഉദ്ദേശം വെച്ചിരിക്കുന്നത് ആ ഫണ്ട് ആകുന്നത് വരെ, ആ ഒരു ലെവൽ ആകുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഈ എമർജൻസി ഫണ്ട് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ആ ഒരു തുക എത്രയാണോ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ആ തുക ആകുന്നത് വരെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. എമർജൻസി ഫണ്ട് എന്നാണോ പൂർണ്ണമാകുന്നത് അതിനുശേഷം മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാനേ പാടുള്ളൂ. എമർജൻസി ഫണ്ട് നമ്മൾ എവിടെ കരുതി വെക്കും? വെർ ഷുഡ് വി കീപ് ദിസ് എമർജൻസി ഫണ്ട്? ഈ എമർജൻസി ഫണ്ട്, ആ ഒരു എമർജൻസി എന്നുള്ള വാക്ക് പറയുന്നത് പോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്ന തുകയാണ്. അപ്പം നമ്മൾ പെട്ടെന്ന്
എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് മാത്രമേ, അതായത് ലിക്വിഡ് സോഴ്സസ് എന്ന് പറയും, അവിടെ മാത്രമേ നമ്മൾ ഈ എമർജൻസി ഫണ്ട് ഇടാൻ പാടുള്ളൂ. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഇടുന്ന ചില സ്ഥലങ്ങളുണ്ട്. ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട്, അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിങ് ഡെപ്പോസിറ്റ്, പിന്നെ കുറികളുണ്ട്. അപ്പം ഇതെല്ലാത്തിലും കൊണ്ട് നമ്മൾ എമർജൻസി ഫണ്ട് ഇടാൻ പാടില്ല. പകരം പെട്ടെന്ന് എടുക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സേവിങ്സ് അക്കൗണ്ട്, ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് പിൻവലിക്കാൻ പറ്റും. FD ഇട്ട് കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ ബാങ്കുകൾ, HDFC, ഫെഡറൽ ബാങ്ക്, ICICI പോലുള്ള ബാങ്കുകൾ ഞാനും ഉപയോഗിക്കുന്നതാണ്. HDFC ഫെഡറൽ ബാങ്കുമാണ് ഞാനും ഉപയോഗിക്കാറ്. ഇതിൽ നമ്മൾ FD ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് മൗസ് ക്ലിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലോട്ടൊക്കെ നമുക്ക് ഫണ്ട് കിട്ടും. FDയുടെ എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സേവിങ്സിലോട്ട് ഫണ്ട് വരും. നമുക്ക് പിന്നെ അവിടെ നിന്ന് ക്യാഷ് എടുത്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ചിലവാക്കാം. അപ്പോൾ ഇതെല്ലാം ലിക്വിഡ് സോഴ്സസ് എന്ന് പറയാം. ഇതുപോലെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഈ എമർജൻസി ഫണ്ട് ഇടുക. ക്യാഷ് ആയിട്ട് നമ്മുടെ കട്ടിലിനടി കൊണ്ട് വെക്കാതിരിക്കുക. കുറച്ചെങ്കിലും റിട്ടേൺ കിട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഷെയറുകളിലോ മ്യൂച്വൽ ഫണ്ടിലോ ഈ എമർജൻസി ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഷെയർ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് വാല്യൂ കൂടാം, അല്ലെങ്കിൽ താന്നും വരാം. മ്യൂച്വൽ ഫണ്ടും അതുപോലെ തന്നെ കൂടാം താഴാം. അതുകൊണ്ട് നമ്മൾ ഈ ആവശ്യമുള്ള സമയത്ത് വിഡ്രോ ചെയ്യാൻ ചെല്ലുമ്പോൾ അതിൻ്റെ വാല്യൂ താന്നാണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടൊരു നഷ്ടം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിലോ ഷെയറിലോ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എമർജൻസി ഫണ്ട്. ഹൗ ടു ബിൽഡ് ദി എമർജൻസി ഫണ്ട്? എങ്ങനെ എമർജൻസി ഫണ്ട് നമുക്ക് സ്വരുക്കൂട്ടിയെടുക്കാം? അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, നമുക്ക് എത്ര മാസത്തേക്കാണ് ഫണ്ട് വേണ്ടിയത് അതാദ്യം ഒന്ന് ഡിസൈഡ് ചെയ്യുക. ഓരോ മാസം നമുക്ക് എന്തുമാത്രം തുക, ഒരു മാസം എത്ര തുക നമുക്ക് ചിലവാകുന്നുണ്ട് അത് കണക്ക് കൂട്ടി വെക്കുക. എന്നിട്ട് ഓരോ മാസവും എന്തുമാത്രം തുക നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും അത് കമ്പ്യൂട്ട് ചെയ്യുക, അത് കണക്ക് കൂട്ടി വെക്കുക. ഒരു 5000 അല്ലെങ്കിൽ 10000 രൂപ നമ്മൾ ഫിക്സ് ചെയ്യുക. ഓരോ മാസവും ഇത്ര രൂപ എനിക്ക് സേവ് ചെയ്യണം, ഇത് എമർജൻസി ഫണ്ടിലോട്ട് മാറ്റണം, അത് തീരുമാനിക്കുക. എന്നിട്ട് ഈ ഇത്ര എമൗണ്ട് ഓട്ടോമാറ്റിക്, ഇപ്പം 5000 നമുക്ക് ഒരു മാസം, 5000 രൂപ ഒരു മാസം നമുക്ക് ഫണ്ടിലോട്ട് മാറ്റി വെക്കാം നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഈ 5000 രൂപ എല്ലാ മാസവും ഒരു നിശ്ചിത തീയതി തന്നെ കറക്റ്റായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ ഇതിനു വേണ്ടി നമ്മൾ ഈ എമർജൻസി ഫണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ബാങ്ക് അക്കൗണ്ടിലോട്ട് ഓട്ടോമാറ്റിക്കലി പോകുന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് പൊക്കോളും. ഇനി അതല്ല നിങ്ങൾക്ക് തന്നെ മാനുവലി ചെയ്യാൻ പറ്റുമെന്നാണെന്നുണ്ടെങ്കിൽ മാനുവലി ചെയ്യാം. പക്ഷേ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് വെക്കുക. എപ്പോഴാണോ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഫണ്ട് വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് ക്യാഷ് വരുന്നത്, ആ സമയത്തിനനുസരിച്ച് അന്ന് തന്നെ ഈ ഒരു എമൗണ്ട്, ഇത്ര ഒരു നിശ്ചിത തുക നിങ്ങൾ മാറ്റി വെക്കുക ഇതിന് വേണ്ടിയിട്ട്. ഒരു പക്ഷേ ചെറിയ വരുമാനമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി സമയം എടുക്കാം. എന്നാലും കുഞ്ഞു രീതിയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റി നെറ്റാണ്. മുന്നോട്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്ന്. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകമായി എന്ന് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്നും പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. ബൈ.